PSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരിക്കലും മെറ്റീരിയൽസിൻ്റെ എണ്ണം നോക്കിയിട്ട് എൻ്റെ റാങ്ക് മുന്നിലെത്തുമെന്ന് വിചാരിക്കരുത്. നമ്മൾ വാങ്ങിക്കുന്ന മെറ്റീരിയൽസ് പലതും നല്ല തെറ്റുകളുള്ള മെറ്റീരിയൽസാണ്. മാർക്കറ്റിൽ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഞാൻ മെറ്റീരിയൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റാങ്ക് ഫയലോ അല്ലെങ്കിൽ SCRTയുടെയോ NCRTയുടെയോ ഒക്കെ ഗൈഡുകൾ കിട്ടുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ വാങ്ങിക്കുന്ന ഗൈഡുകളുടെ എണ്ണമോ അതിൻ്റെ എത്ര വോളിയം ഉണ്ടെന്നോ ഉള്ളതല്ല നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം പഠിച്ചു, അത് എത്രത്തോളം നമ്മളുടെ ഓർമ്മയിലുണ്ട്, അതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ട്, ഇതൊക്കെയാണ് ഒരു റാങ്ക് നിശ്ചയിക്കുന്നത്. PSC പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കൊരു പ്രൊവിഷണൽ ആൻസർ കീ വരും. ആ ആൻസർ കീയിൽ ചില സമയങ്ങളിൽ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഓപ്ഷൻ മാറി കൊടുത്തിട്ടുണ്ടാവും. PSC അതാണ് ആൻസർ എന്നുള്ള നിലയിൽ അത് കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ ഒതന്റിക് ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ് നമ്മൾ പഠിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതിയ ആൻസർ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ചലഞ്ച് ചെയ്യാം. ഇതിൻ്റെ ആൻസർ കറക്റ്റ് ഇന്ന ഓപ്ഷനാണ്, താങ്കൾ കൊടുത്തിട്ടുള്ളത് മറ്റേ ഓപ്ഷനാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചലഞ്ച് ചെയ്യാം. സമയത്ത് പ്രൂഫായിട്ട് കൊടുക്കേണ്ടത് ഒതന്റിക് ആയിട്ടുള്ള സോഴ്സുകളാണ്, അല്ലാതെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ള റാങ്ക് ഫയലുകളോ മറ്റ് ഗൈഡുകളോ അല്ല. സോ നിങ്ങൾ പഠിക്കുമ്പോൾ ഒതന്റിക് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. SCRT NCRT പോലുള്ളവയ്ക്കാണ് ഒരു LPSC UPSC പ്രിപ്പയർ ചെയ്യുന്ന ഒരാളുകൾക്ക് ഏറ്റവും ഉത്തമം. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഗൈഡ് അല്ലെങ്കിൽ റാങ്ക് ഫയൽ അത്യാവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് ഫയൽ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് അധികം തെറ്റുകൾ എല്ലാത്തിലും ഉണ്ടാകും, എല്ലാതും കൂടി വാങ്ങിച്ചു വെച്ച് കൂട്ടേണ്ട ആവശ്യമില്ല. തെറ്റുകൾ പൊതുവെ കുറവുള്ള റാങ്ക് ഫയൽസ് നോക്കിയിട്ട് വാങ്ങിക്കാം. ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻ്റെ വാങ്ങിച്ചു വെക്കാം. ഇനി SCRT NCRT നിങ്ങൾ ഒതന്റിക് സോഴ്സിൽ നിന്ന് തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി അത് ഓർമ്മയിൽ ഇരിക്കാനും കൂടി സഹായിക്കും. ഇനിയിപ്പോൾ അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനും നല്ലൊരു ഗൈഡ് ഒന്ന് വാങ്ങിച്ചു വെക്കാം. ചിലവർ 2 പബ്ലിക്കേഷൻസിൻ്റെ ഒക്കെ ഗൈഡൊക്കെ വാങ്ങിച്ചു വെച്ച് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. നമ്മൾ എക്സാമിനോട് അടുപ്പിച്ച് നമുക്കൊരു പഠനമുണ്ട്. ആ പഠനത്തിൽ നമുക്ക് ഇത്രയും മെറ്റീരിയൽസ് കാണുമ്പോൾ അത് ഭയങ്കര ഓവർലോഡഡ് ആയിട്ടാണ് തോന്നുന്നത്. സോ മിനിമൈസ് ചെയ്യുക, മെറ്റീരിയൽസിൻ്റെ എണ്ണം കുറച്ചിട്ട് ഉള്ളത് നന്നായി പഠിച്ചിട്ട് നല്ല റാങ്ക് വാങ്ങിക്കാം.